എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ വെള്ളം ഇല്ലാണ്ടൊക്കെ ഒരാഴ്ചയായിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വെള്ളം ഇല്ലാഞ്ഞിട്ട് എന്തോടെ ടാങ്കൊക്കെ കഴുകുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടാങ്കിലുള്ള വെള്ളമൊക്കെ ടാങ്ക് അങ്ങനെ ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് ഒട്ടിക്കാൻ എന്നിട്ട് ആ വെള്ളമൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ഈവനിങ് വ്ളോഗാട്ടോ, ഈവനിങ് ടു നൈറ്റ് അത്രയ്ക്കുള്ള ചെറിയൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തെക്കി ഒഴിച്ച ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. വലിയ എന്താ പറയുക ഇലകളൊന്നും ഇല്ല കേട്ടോ. എന്നാലും വൈകുന്നേരം ഞാനൊന്ന് അടിച്ചു വിടുകയെ. പിന്നെ മുറ്റോടെയൊക്കെ കഴിഞ്ഞ് ഞാൻ അകമൊക്കെ ഇടുന്ന് അടിച്ച് വാരാണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഒന്ന് ട്രൈപോഡൊന്നും പൊട്ടിപ്പോയിരുന്നു. അടുത്തുള്ള ഷോപ്പുകളിലൊന്നും അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഓൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് ഒരാഴ്ച അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, എനിക്ക് സെറ്റ് ആവാണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഷോപ്പിൽ പറഞ്ഞിട്ട് അവിടെയാണ് പോയി വാങ്ങിയിട്ട് വന്നത് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുന്നത് തന്നെ. പിന്നെ നമുക്ക് എന്ന് നമ്മുടെ മനസ്സ് ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ വിഷമം വരും കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ ചെറിയൊരു വിഷമം കൂടി ഞാൻ താങ്ങാത്ത ആളാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു, ശരി എന്തിനിപ്പോൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം എന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ ദിവസം അങ്ങനെ ഒന്ന് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവട്ടെ പറഞ്ഞിരുന്നതാണ് കേട്ടോ. പിന്നെ ശരി ഇനിയിപ്പോൾ എന്നെ കാണുന്നവരാരും മറക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആരും മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് വലിയ ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ചെറുതാണ്. എപ്പോഴാണ് സമയം കിട്ടുന്നവർ നിങ്ങളൊന്നത് കാണാൻ ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 ദിവസത്തെ തുണിയാട്ടോ ഒക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് എന്താ പറയുക മടക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ. സെക്ഷനായിട്ട് വെക്കുക കേട്ടോ. അവിടെ അച്ഛൻ്റെ ഒരു കബോർഡിൽ ഇങ്ങനെ അടുക്കി വെക്കും. അവരാകുമ്പോൾ അത് കറക്റ്റായി എടുത്തോളും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കബോർഡാണ്. അപ്പോൾ അവർ വലിച്ചിടില്ലല്ലോ, നമുക്കും റിസ്ക് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കാൻ പോയ കാരണം എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ഇത്രയും തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അപ്പുറത്ത് അമ്മയുടെ സെക്ഷനാട്ടോ, ഇത് വന്നിട്ട് എൻ്റെയും ഏട്ടൻ്റെയും സെക്ഷനാണ്. പിന്നെ തുണിമടക്കലൊക്കെ കഴിഞ്ഞു, ഒന്ന് നല്ലപോലെ നേരമായിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് വിളക്കുകൊളുത്തലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് വൈകുന്നേരം കാണിക്കാതിരുന്നത്. പിന്നെ മോൻ എന്തൊക്കെയോ പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ആ ക്ലിപ്സ് ഒന്ന് ആഡ് ചെയ്താട്ടോ. മക്കൾക്കൊക്കെ ഷർട്ട് പറഞ്ഞാൽ ഭയങ്കര അലർജി ആട്ടോ ചൂടുകാലമായപ്പോൾ. അപ്പോൾ ഷർട്ടൊന്നും അവർ ഇടാണ്ടിരിക്കണം പറയുന്നുണ്ട്, അമ്മ ഷർട്ട് ഇടാതെ എടുക്കണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, അതിനെന്താ എന്ന് പറഞ്ഞു. ശരി എന്നാൽ വൈകുന്നേരത്തേക്ക് രാത്രിക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണത് മാവൊക്കെ കഴിഞ്ഞു കേട്ടോ, അരിമാവൊക്കെ കഴിഞ്ഞിരുന്നേ. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ, അങ്ങനെ വെള്ളറവ ഉപ്പുമാവ്. അപ്പോൾ അതിന് നമ്മൾ ഉള്ളിയൊക്കെ തൊലിക്കുകയാണ്. പിന്നെ കാലത്ത് ഞാൻ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതിൻ്റെ മാവും ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ആൾക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ഉപ്പുമാവൊന്നും. അപ്പോൾ അവൻ ദോശ മതി മാ പറഞ്ഞു. അപ്പോൾ രാവിലത്തെ മാവ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളറവയ്ക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് വലുതായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൽ ചേർക്കില്ല കേട്ടോ. എണ്ണ ഒഴിക്കും, കടുക് പൊട്ടിക്കും, പിന്നെ കുറച്ച് കടലപ്പരിപ്പുണ്ടെങ്കിൽ ഞാൻ അതും ഇടും കേട്ടോ. അതിങ്ങനെ ഒന്നിങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോഴത്തേക്ക് അഭി വന്നിട്ട് എനിക്ക് വിശക്കണു അമ്മ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഫ്രിഡ്ജിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതാ കടുകൊക്കെ പൊട്ടി വന്നു, ചെറിയുള്ളി, പിന്നെ ഇഞ്ചി ഇടണം കേട്ടോ. ഞാൻ കുറച്ച് അതിൻ്റെ ഒരു മണവും ടേസ്റ്റും വേറെയാണ്. അപ്പം ഞാൻ ഇഞ്ചി പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. പിന്നെ ഇപ്പുറത്ത് ഞാൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്, വെറുതെ മാവ് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ രാവിലത്തെ ഫ്രിഡ്ജിൽ കുറച്ച് ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇന്നേക്ക് നമുക്ക് രാത്രി ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ, ഭയങ്കര ചൂടാണ്. പാലക്കാട് ജില്ലയിൽ ഇപ്പോഴേ ചൂട് നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട്. പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ, ചൂടായിട്ട് തന്നെ. ഇനി 2 മാസം എങ്ങനെ കഴിച്ചു കൂട്ടും തന്നെ അറിയില്ല. അപ്പോൾ നമുക്കിതാ റവയൊക്കെ നല്ലപോലെ ഇട്ടൊന്ന് ഇളക്കാം കേട്ടോ. നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലേ അതങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ വേവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ സിമ്മിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കും കേട്ടോ. ഒരുപാട് ഞാൻ ഡ്രൈ ആവാൻ വിടില്ല, കുറച്ച് വെള്ളത്തോടെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.